ഫിഫ ലോകകപ്പിന് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. 2026 ജൂൺ 11 അമേരിക്ക, കാനഡ, മെക്സിക്കോ രാജ്യങ്ങളിലായി നടക്കുന്ന ലോകകപ്പിലേക്ക് യോഗ്യത ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് ലോകത്തിലെ വിവിധ വൻകരകളിലെ ടീമുകൾ. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ആതിഥേയരെന്ന നിലയിൽ യോഗ്യത ഉറപ്പിച്ചു. 10 ടീമുകൾ വിവിധ വൻകരകളിൽ നിന്നായി ഇപ്പോൾ തന്നെ ടിക്കറ്റ് നേടി. 32 ടീമുകൾക്ക് അവസരമുണ്ടായിരുന്ന ലോകകപ്പിൽ ഇത്തവണ 48 ടീമുകളാണ് മത്സരിക്കുന്നത്. അപ്പോഴും ഒരു ചോദ്യം ബാക്കി: ഇന്ത്യ എന്ന് കളിക്കും ലോകകപ്പ്? ഇത്തവണയും ഇന്ത്യയെ കാഴ്ചക്കാരാക്കി ഇന്ത്യയോളം സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലാത്ത രാജ്യങ്ങൾ ലോകകപ്പിൽ പന്തു തട്ടും. എവിടെയാണ് ഇന്ത്യക്ക് പിഴയ്ക്കുന്നത്? ഇന്ത്യയിലെ കായിക മേഖലയെല്ലാം പണം കായ്ക്കുന്ന മരങ്ങളാണ്. ക്രിക്കറ്റ് ഭരിക്കുന്ന കായിക രംഗമെങ്കിലും ഏത് കായിക വിനോദത്തിനും ആരാധകരും പിന്തുണയും ഇന്ത്യയിലുണ്ട്. ഫുട്ബോളിലാകട്ടെ ISL-ലും I ലീഗിലും രാജ്യമെങ്ങും ക്ലബ്ബുകളുമുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളുടെ ആകെ ജനസംഖ്യയേക്കാൾ ഫുട്ബോൾ താരങ്ങളുണ്ട് ഇന്ത്യയിൽ. എന്നിട്ടും ലോകകപ്പിൽ ഇടം നേടാൻ പോലും ഇന്ത്യക്കാവുന്നില്ല. എന്തിന് ഏഷ്യൻ വൻകരയിൽ പോലും ഇന്ത്യ ഒരു ശക്തിയല്ലാതായിരിക്കുന്നു. AFC ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 2 മത്സരങ്ങൾ പൂർത്തിയായി. ഒന്നിൽ സമനിലയും ഒന്നിൽ തോൽവിയുമായി ഇന്ത്യ ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ്. തോറ്റതോ സമനില വഴങ്ങിയതോ അല്ല പ്രശ്നം, ആരോട് എന്നതാണ്. ഇന്ത്യ നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 127 സ്ഥാനത്താണ്. ഇന്ത്യ സമനില വഴങ്ങിയത് 183 സ്ഥാനത്തുള്ള ബംഗ്ലാദേശിനോട്. കഴിഞ്ഞ മത്സരത്തിൽ തോറ്റത് 153 സ്ഥാനത്തുള്ള ഹോങ്കോങ്ങിനോട്. 161 റാങ്കിലുള്ള സിംഗപ്പൂരാണ് ഗ്രൂപ്പിൽ നിലവിൽ 1-ാം സ്ഥാനത്ത്. ഫിഫ റാങ്കിങ്ങിൽ വർഷങ്ങളായി ആദ്യ 50-ലുണ്ടായിരുന്ന വനിതാ ടീമും ഏറ്റവും ഒടുവിൽ 70-ാം റാങ്കിലേക്ക് വീണു. ചരിത്രത്തിലെ ഏറ്റവും മോശം സ്ഥാനം. ദുർബലരായ രാജ്യങ്ങളോട് മത്സരിക്കാൻ പോലും ശേഷിയില്ലാത്ത തരത്തിൽ ഇന്ത്യൻ ഫുട്ബോളിനെ മാറ്റിയത് ആരാണ്? ലോകത്തിൽ ഇന്ന് കളിക്കുന്ന അന്താരാഷ്ട്ര താരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ നേടിയവരുടെ പട്ടികയെടുത്താൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലിയോണൽ മെസ്സിക്കും പിന്നിൽ ഒരു ഇന്ത്യക്കാരനെ കാണാം: ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി. വിരമിച്ച് ക്ലബ് ഫുട്ബോളിലേക്ക് ഒതുങ്ങിയ സുനിൽ ഛേത്രിയെ വിളിച്ചുകൊണ്ടുവന്ന മുന്നേറ്റത്തിൽ പ്രതിഷ്ഠിക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ഫുട്ബോൾ എന്നതാണ് നാണക്കേട്. സുനിൽ ഛേത്രിക്ക് ഒരു പകരക്കാരനില്ലെന്ന് മാത്രമല്ല, ഒപ്പം വയ്ക്കാവുന്ന താരങ്ങളെ പോലും ഒരുക്കിയെടുക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ആവുന്നില്ല. വിദേശ പരിശീലകരെ നിരന്തരം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ പരിഹാരമുണ്ടായിട്ടില്ല. മനോലോ മാർക്വേസിന് കീഴിലും വലിയ പ്രതീക്ഷയൊന്നും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കില്ല. കാരണം ഒരു പരിശീലകൻ മാറിയതുകൊണ്ട് മാത്രം ഇന്ത്യൻ ഫുട്ബോളിന്റെ മാറ്റങ്ങൾ സാധ്യമല്ല. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സിസ്റ്റം ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ടാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷൻ കല്യാൺ ചൗബ രാജിവെക്കണമെന്ന് മുൻതാരം ബെയ്ച്ചിങ് ബൂട്ടിയ ആവശ്യപ്പെട്ടത്. ക്രിക്കറ്റ് താരങ്ങളെ പോലെ ഇന്ത്യയിൽ ഫുട്ബോൾ താരങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും പ്രതിഫലമുള്ള കരാറുകളില്ല. പരസ്യ വരുമാനവും വൻ കരാറുകളുമുള്ള താരങ്ങൾ വിരലെണ്ണാവുന്നവർ മാത്രം. ദിവസവും ലഭിക്കുന്ന 2500 രൂപ അലവൻസാണ് മറ്റു താരങ്ങളുടെ പ്രധാന വരുമാനം. അതും മുടങ്ങിയിരിക്കുന്നു. ഇതിനിടയിലാണ് AFC കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഹോങ്കോങ്ങിനോട് ജയിച്ചാൽ $50,000 സമ്മാനം നൽകാമെന്ന് താരങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വാർത്ത പുറത്തുവന്നത്. ഇതാണ് ബൂട്ടിയെ ചൊടിപ്പിച്ചത്. എല്ലാ മത്സരങ്ങൾക്കും ഈ സമ്മാനം നൽകാനാകുമോ? ഇത്തരം കണ്ണിൽ പൊടിയിടലല്ല, സുതാര്യമായ ഒരു സിസ്റ്റമാണ് വേണ്ടതെന്ന് ബൂട്ടിയ പറയുന്നു. 2023 ആദ്യ 100-ലുണ്ടായിരുന്ന ഇന്ത്യ കല്യാൺ ചൗബയുടെ കാലത്ത് 127 സ്ഥാനത്തേക്ക് വീണു. AFC യോഗ്യതയും തുലാസിൽ. ഇന്ത്യൻ ഫുട്ബോളിൽ ആർക്കും പ്രതീക്ഷയില്ലാത്തതിനാൽ ആരുടെയും തല ഉരുളില്ല എന്ന് ഉറപ്പ്. അടുത്ത ലോകകപ്പിന് ഏഷ്യയിൽ നിന്ന് യോഗ്യത ഉറപ്പിച്ച ഉസ്ബെക്കിസ്ഥാനെ ഇന്ത്യ കണ്ടുപിടിക്കണം. ലോകകപ്പ് ലക്ഷ്യമിട്ട 2018 തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലെത്തിയത്. രാജ്യത്തെ 14 മേഖലകളിലായി ഫുട്ബോൾ അക്കാദമികൾ തുടങ്ങി ഉസ്ബെക്കിസ്ഥാൻ. രാജ്യത്തെ ഭരണാധികാരികൾ ഫുട്ബോൾ വികസനത്തിൽ നേരിട്ടിടപെട്ടു. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ടീമിനെ ഒരുക്കാൻ വിവിധ പദ്ധതികൾ പിന്നാലെയെത്തി. അതിന്റെ ഫലം കഴിഞ്ഞ ഒളിമ്പിക്സിന് കിട്ടി. ചരിത്രത്തിലാദ്യമായി ഉസ്ബെക്കിസ്ഥാൻ ഫുട്ബോൾ ടീം ഒളിമ്പിക്സിലെത്തി. ഇത്തവണ ലോകകപ്പിനും യോഗ്യത ഉറപ്പിച്ചു. മുൻകാലങ്ങളിൽ 4 ടീമുകൾക്ക് അവസരമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 8 ടീമുകളിലേക്ക് ഉയർത്തിയിട്ടും ഇന്ത്യക്ക് അതിലൊന്നാകാനായില്ല. ഇന്ത്യക്കാർ ഇത്തവണയും ലോകകപ്പ് എത്തുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് കൈയടിക്കും. വിദേശ താരങ്ങൾക്ക് അവസരം നൽകുകയോ ഇന്ത്യൻ വംശജരായ താരങ്ങൾക്ക് പാസ്പോർട്ട് നൽകുകയോ വേണമെന്ന ആവശ്യം കാലങ്ങളായുണ്ട്. ലോകത്തിലെ പ്രമുഖ ഫുട്ബോൾ രാജ്യങ്ങളിലെല്ലാം കളിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ താരങ്ങളാണ്. പക്ഷേ അതിലേറെ ഇന്ത്യൻ ഫുട്ബോളിലെ അക്കാദമികൾക്ക് സൗകര്യമൊരുക്കണം. കളിക്കുന്ന താരങ്ങൾക്ക് വേതനം നൽകണം. അവർക്ക് പരിശീലിക്കാനും വിദേശ ലീഗുകളിൽ കളിക്കാനും അവസരമൊരുക്കണം. ടൂർണമെന്റുകളിൽ പ്രൊഫഷണൽ സമീപനം വേണം. ഉറങ്ങുന്ന ഭീമൻ എന്ന ഒരു കാലത്ത് ഫിഫ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ച നാടാണ് ഇന്ത്യ. അതിനെ എക്കാലവും ഉറക്കാനാണ് ചിലരുടെ ശ്രമം.